എനിക്ക് മെയിനായിട്ട് എൻ്റെ ഒന്ന് രണ്ട് ഫ്രണ്ട്സ് മാത്രമേ അങ്ങനെ പുറത്തുള്ളവരുള്ളൂ. ബാക്കി എല്ലാവരും നാട്ടിലൊക്കെ തന്നെ ഉള്ളവരാണ്. പിന്നെ ഫാമിലി കൺസേൺ അങ്ങനെ അധികം വന്നിട്ടില്ല. അവൈലബിലിറ്റി പ്രശ്നമൊന്നും ആകെ ഒരു മെയിൻ കൺസേൺ എന്ന് പറഞ്ഞാൽ സൺഡേ, നമുക്ക് സൺഡേ വേണം എന്നുള്ളൊരു പ്രയോറിറ്റി ഉണ്ടായിരുന്നു. വേറെ ഒന്നുമല്ല, എൻ്റെ ഫാമിലി ഒട്ടുമിക്കവരും വർക്കിംഗ് ആണ്. അപ്പം അവർക്ക് വീക്ക് ഡേയ്സ് വെച്ചാൽ പ്രോപ്പറായിട്ട് അറ്റൻഡ് ചെയ്യാൻ പറ്റില്ല. ആ ടൈമില് എൻ്റെ സിസ്റ്റർ ആള് പുറത്തേക്ക് പോകാനുള്ള പ്ലാൻ ഉണ്ട്. അപ്പോൾ ആൾക്ക് പോവുകയാണെങ്കിൽ സെപ്റ്റംബറിൽ പോകും. അപ്പോൾ ഡിസംബർ ജാനുവരി ആണ് നമ്മുടെ പരിപാടിയെങ്കിൽ അത് അറ്റൻഡ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അങ്ങനത്തെ കുറേ കൺഫ്യൂഷൻസ് ഉണ്ടായിരുന്നു. അപ്പോൾ ആളോട് തന്നെ ഞാൻ പറഞ്ഞു, പോണെങ്കിൽ നമുക്ക് ഫെബ്രുവരി പോകാം. അപ്പോൾ അങ്ങനെയൊക്കെ അങ്ങനെ പ്ലാൻ ചെയ്ത് അത് സോർട്ടായിരുന്നു. പക്ഷെ നമുക്ക് ഈ എൻ്റെ രണ്ട് ഫ്രണ്ട്സ് പുറത്തുള്ളവരുണ്ടായിരുന്നു. ഫിജി ഉണ്ടായിരുന്നു, അതുല്യ ഉണ്ടായിരുന്നു. വേറെ ആരുമില്ല, മെയിൻലി അവരായിരുന്നു. ഫിജി കഴിഞ്ഞ ഫെബ്രുവരിയിലാണ് ആള് UK പോകുന്നത്. അപ്പൊ ആൾക്ക് ഒരു ഓപ്ഷനും ഇല്ല. സ്റ്റുഡന്റ് ആയിട്ട് വന്ന ആളായതുകൊണ്ട് ഒരു ഓപ്ഷനും ഇല്ല ലീവ് എടുക്കാൻ. എന്നാലും ഒരു ലാസ്റ്റ് മിനിറ്റ് വരെ ഞാനും എക്സ്പെക്ട് ചെയ്ത് എങ്ങനെയെങ്കിലും വരാൻ പറ്റുമായിരിക്കും എന്ന് വിചാരിച്ച്. പിന്നെ ഉണ്ടായിരുന്ന അതുല്യ. അപ്പൊ അവള് പറഞ്ഞിരുന്നു അവളുടെ ഹസ്ബൻഡിന്റെ ബ്രദറിന്റെ കല്യാണം ചിലപ്പോൾ ഉണ്ടാവാം ആ ടൈമിൽ. അപ്പൊ അങ്ങനെയാണെങ്കിൽ രണ്ടും കൂടെ കമ്പൈൻ ചെയ്ത് ആൾക്ക് ലീവ് എടുത്ത് വരാം എന്നൊക്കെയുള്ള ഒരു പ്ലാൻ ആയിരുന്നു. പക്ഷെ ഞാൻ അവളോട് ഇടയ്ക്കിടയ്ക്ക് സംസാരിക്കുമ്പോൾ ഒരു ഒക്ടോബർ നവംബർ ആ ടൈമിലൊക്കെ ഞാൻ കണ്ടിന്യൂസ്ലി ചോദിക്കുന്നുണ്ട് എന്തായി, വരാൻ പറ്റുമോ. അപ്പോൾ അങ്ങനെ ആള് ഒരു ലാസ്റ്റ് മിനിറ്റ് വരെ ഒരു ഉറപ്പില്ല. PR-ന്റെ ഇഷ്യൂസ് ഉണ്ടായിരുന്നു. PR കിട്ടിക്കഴിഞ്ഞാൽ ആൾക്ക് കയറാൻ പറ്റുള്ളൂ. അപ്പോൾ അങ്ങനത്തെ കുറേ പ്രശ്നങ്ങളുണ്ടായിരുന്നു. പിന്നെ ഏറ്റവും വലിയ ഇഷ്യൂ, നമ്മൾ ആദ്യം ഡിസംബറിൽ എനിക്ക് തോന്നുന്നു ഉണ്ണിക്ക് ഒരു ഫസ്റ്റ് വീക്ക് സെക്കൻഡ് വീക്ക് തന്നെ ലീവ് എടുക്കാൻ പറ്റും. അപ്പോൾ എനിക്ക് കല്യാണം കഴിഞ്ഞ് കുറച്ച് ഡേയ്സ് കൂടെ അവിടെ ഉണ്ടാവണം. അപ്പം നമ്മളുടെ ഏറ്റവും വലിയൊരു പ്രോബ്ലം എന്ന് പറഞ്ഞാൽ നമ്മളുടെ ആദ്യത്തെ പ്ലാൻ നമ്മൾ ഒന്നിച്ച് കല്യാണം കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് UK പോരാം എന്നുള്ളതായിരുന്നു. അപ്പോൾ അതുകൊണ്ട് രജിസ്റ്റർ നേരത്തെ ചെയ്യാം. അപ്പോൾ നമുക്ക് വിസയ്ക്ക് നേരത്തെ അപ്ലൈ ചെയ്യാൻ പറ്റും. കാരണം വിസയുടെ ആപ്ലിക്കേഷന് വേണ്ടി നമ്മളുടെ മാരേജ് കഴിഞ്ഞു എന്നുള്ളൊരു സർട്ടിഫിക്കേഷൻ. കാരണം നമ്മളല്ലെങ്കിൽ നമ്മൾ പള്ളിയിൽ ചെയ്യണ സംഭവമാണെങ്കിൽ ഈ വിസയുടെ കാര്യം നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ പിന്നെയും ലേറ്റ് ആവും. അപ്പോൾ നമുക്ക് ഒരുമിച്ച് തിരിച്ച് വരാൻ പറ്റില്ല. എൻ്റെ ലീവ് ജാൻ പകുതി വരെയൊക്കെ ഉണ്ടാവുള്ളൂ. അതിൻ്റെ ഉള്ളിൽ നമ്മുടെ ഈ വിസ പ്രൊസീജിയേഴ്സ് നമ്മൾ കഴിഞ്ഞ് ഒരുമിച്ച് തിരിച്ചു തരാം എന്നുള്ളൊരു ഐഡിയയിലാണ് നമ്മൾ രജിസ്റ്റർ മാരേജും കൂടി ചെയ്യാം എന്നുള്ളൊരു കാര്യം നമ്മൾ തീരുമാനിച്ചത്. എന്നിട്ട് എന്താ, അപ്പോൾ നമുക്ക് ആദ്യം തൊട്ടേ ആ ഓർഡറിൽ പറയാം. അപ്പോൾ ഫസ്റ്റ് നമ്മൾ ജാനുവരിയിൽ ഫിക്സേഷൻ ഒഫീഷ്യലായിട്ട് എല്ലാവരും നമ്മൾ അറിയിച്ചു നമ്മൾ കല്യാണം കഴിക്കാൻ പോവുകയാണെന്നുള്ളത്. അത് കഴിഞ്ഞ് നമ്മൾ ഈ പറഞ്ഞ പോലെ തന്നെ 1 ഇയർ ഉണ്ടല്ലോ, നമുക്ക് ഡിസംബർ ജാനുവരിയിലായിരിക്കും എന്തായാലും ഉണ്ണിക്ക് ലീവ് കിട്ടുന്നത്. അപ്പോൾ ആ ടൈമിൽ പരിപാടി നടത്താൻ പറ്റുള്ളൂ. അപ്പോൾ 1 ഇയർ ഉണ്ടെന്നുള്ളൊരു ഭയങ്കര റിലാക്സ്ഡ് ആയിരുന്നു നമ്മൾ ഇനീഷ്യലി പ്ലാൻ ചെയ്തപ്പോൾ. പക്ഷേ ഫസ്റ്റ് ഈ ഡേറ്റ് ഫിക്സിംഗ് എന്നുള്ളൊരു സംഭവം കഴിഞ്ഞു മീൻസ് അത് എങ്ങനെ അതിൻ്റെ പ്രോസസ്സ് പറയാം. അതെന്ന് പറയണത് ഞങ്ങൾക്ക് നെക്സ്റ്റ് ഇയർ വന്നിട്ട് ആയാലും രണ്ട് വീട്ടിൽ നിന്നും മറ്റേ പെണ്ണ് കാണൽ ചെക്കൻ കാണൽ ആ സംഭവം ചെയ്യാം എന്നുള്ളൊരു ഐഡിയ ആയിരുന്നു. ബട്ട് പാരൻസിനൊരു ഇതുണ്ടായിരുന്നു. കാരണം ഇത് ഒഫീഷ്യലി അല്ലെങ്കിലും ഞങ്ങൾ എല്ലാവർക്കും അറിയാം. അപ്പൊ അവർക്കൊരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു ഇത്രയും ലേറ്റ് ആയിട്ട്. എൻ്റെ വീട്ടിൽ നേരെ തിരിച്ചായിരുന്നു. എൻ്റെ വീട്ടിൽ പറഞ്ഞു കല്യാണത്തിന്റെ ടൈമിൽ പെണ്ണ് കാണൽ ചെക്കൻ കാണൽ അങ്ങനെ ഫിക്സിംഗ് പരിപാടി നടത്തിയാൽ പോരെ, 1 ഇയർ മുമ്പേ നടത്തേണ്ട ആവശ്യമില്ലല്ലോ എന്നുള്ള രീതിയിലാണ് പറഞ്ഞത്. പക്ഷെ ഉണ്ണിയുടെ വീട്ടിൽ നേരെ തിരിച്ചായിരുന്നു, പെട്ടെന്ന് ചെയ്ത് വെക്കാം അങ്ങനത്തെ. പിന്നെ ഞാനും ആലോചിച്ചത് വീട്ടിൽ അങ്ങനെ ഒരു സജഷൻ ഉണ്ടായിരുന്നു. ബട്ട് ദ സെയിം ടൈം ഞാൻ ആലോചിച്ച് നമുക്കത് നേരത്തെ ഈ 2 ടാസ്കുകൾ നമുക്ക് ചെയ്തു വെക്കുന്നതാണെങ്കിൽ കല്യാണത്തിന് ടൈമിൽ നമുക്ക് ഇത്രയും കൂടി ആ ഒരു റഷ് കുറക്കാം. ലീവ് കുറവായിരിക്കും. എല്ലാ പരിപാടിയും കൂടെ കൊണ്ടുവന്ന് ആ സെയിം ടൈമിൽ വെക്കുന്നതിന് പകരം നേരത്തെ ചെയ്തു വെക്കാം. അങ്ങനെ നമ്മൾ ശരിക്കും ഭയങ്കര പെട്ടെന്നായിരുന്നു പ്ലാൻ ചെയ്തത് പെണ്ണാണല്. നെക്സ്റ്റ് വീക്ക് നമുക്ക് പെണ്ണാണല് ആ രീതിയിലായിരുന്നു. കാരണം അതിന്റെ തലേ മാസം ഞാൻ വീട്ടിൽ പറയണല്ലേ, ഡിസംബറിലാണ് ഞാൻ വീട്ടിൽ പറയണതെന്ന് തോന്നുന്നത്. അമ്മേനെ നമ്മൾ മീറ്റ് ചെയ്യിച്ചത്, വീട്ടുകാരെ പുറത്തുകൊണ്ടേ കാണിച്ചത്. അമ്മക്ക് ഓൾറെഡി നേരത്തെ അമ്മേനോട് ഞാൻ പറഞ്ഞിട്ടുണ്ട്. പറഞ്ഞതൊക്കെ പറയാട്ടോ, വീട്ടില് വീട്ടിലിത് അവതരിപ്പിച്ച കാര്യങ്ങളൊക്കെ റിയലി സ്പെഷ്യൽ. അതൊക്കെ ഞങ്ങള് നമുക്ക് ഡിസംബർ മുമ്പുള്ള കാര്യങ്ങളും പിന്നെ പറയാം, ഡിസംബർ കഴിഞ്ഞിട്ട് പറയാം. ഡിസംബർ 2024 തൊട്ടാണ് നമ്മളിപ്പോ പറയണത്. അപ്പം ഡിസംബറിൽ ഞങ്ങൾ ആദ്യം ഉണ്ണി ലീവിന് വന്ന ടൈമിൽ, ഡിസംബറിൽ വന്നല്ലേ, ആ ടൈമിൽ ഇപ്പം ഞങ്ങളുടെ പാരൻസിനെ നമുക്ക് ഒന്നിച്ച് സംസാരിപ്പിക്കണം.
അപ്പൊ അതിനു വേണ്ടി എൻ്റെ അപ്പനോട് ഞാൻ പറഞ്ഞിട്ടില്ല. അമ്മക്ക് മാത്രം ഓൾറെഡി അറിയാം. വീട്ടിലെൻ്റെ അനിയത്തിക്കും അനിയനും ആർക്കും അറിയില്ല. അങ്ങനെ അമ്മയോട് ഞാൻ അപ്പൊ ഉണ്ണി എന്നെ ഭയങ്കര പ്രഷർ ചെയ്തോണ്ടിരിക്കുന്നുണ്ട്, പെട്ടെന്ന് ഇവരെ നമ്മൾ മീറ്റ് ചെയ്യിക്കണം എന്നുള്ളത്. വേറെ ഒന്നുമില്ല, എനിക്ക് ലീവില്ല. എനിക്ക് അല്ലാതെ പിന്നെ ലാസ്റ്റ് മിനിറ്റ് ഒന്നും വെക്കാനും പറ്റില്ല. അങ്ങനെ അപ്പൊ ഞാൻ ഒരു ദിവസം രാവിലെ അമ്മയോട് പറഞ്ഞു, എന്നെ വഴക്കിടുന്നുള്ള അവസ്ഥയെ. അപ്പൊ ഞാൻ രാവിലെ അമ്മയോട് പറഞ്ഞമ്മ, ഇന്ന് ഉറപ്പായിട്ട് നമുക്ക് അവരെ മീറ്റ് ചെയ്യണം. അപ്പൊ അപ്പനോട് അന്ന് വരെ പറഞ്ഞിട്ടില്ല ഇങ്ങനെ ഒരു സംഭവം ഉണ്ടെന്ന്. അപ്പൊ അമ്മയോട് ഞങ്ങൾ രാവിലെ പുറത്തു പോവാണ് എവിടെയോ. അപ്പൊ ഞാൻ അമ്മയോട് പറഞ്ഞിട്ട് ഇറങ്ങി. അപ്പൊ അമ്മ ഭയങ്കര ദേഷ്യത്തിൽ എന്തായിരുന്നു എന്നോട്, അങ്ങനെ അധികം എന്തിനാ ഇത്രയും പെട്ടെന്ന് എന്തിനാന്നുള്ളൊരു രീതിയിൽ. അപ്പം ഞാൻ അന്ന് നമ്മുടെ മൂഡ് ശരിയല്ലായിരുന്നു. വേറെ എന്തോ റീസണില് ഇവര് വഴക്കിട്ടിരിക്കണ സിറ്റുവേഷനിലാണ് ഇവിടെ പോയിട്ട് എനിക്കൊന്ന് പെണ്ണ് കാണണം എന്നുള്ള തീരുമാനം. അപ്പൊ അമ്മക്ക് ഒബ്വിയസ്ലി അമ്മക്ക് ഒട്ടും. അപ്പൊ ഞാൻ പറഞ്ഞു, ഓക്കെ ഒരു കാര്യം, ഇത്ര പ്രശ്നം ആണെങ്കിൽ അമ്മയോട് എന്താ പറയാ ഡയറക്റ്റ് പറഞ്ഞോ എന്ന് പറഞ്ഞു. അപ്പൊ ഉണ്ണി വീട്ടിൽ വിളിച്ചിട്ട് പറഞ്ഞു, ആന്റി ഇന്ന് നമുക്ക് വീട്ടുകാരെ രണ്ടുപേരെയും കൂടെ ഒന്ന് സംസാരിപ്പിക്കാം. അപ്പൊ മരുമോനാവാൻ പോണ ആള് പറയുമ്പോ നമുക്ക് വേറെ ഓപ്ഷൻ ഇല്ല, എന്നോട് മാത്രമല്ല ദേഷ്യപ്പെടാൻ പറ്റുള്ളൂ. അമ്മ പറഞ്ഞു ഓക്കെ, നോ പ്രോബ്ലം. അങ്ങനെ ഞാൻ വീട്ടിൽ നിന്ന് എസ്കേപ്പ്. എനിക്ക് വയ്യ അവിടുത്തെ ഡ്രാമ പിന്നെ സഹിക്കാൻ. കാരണം അപ്പനോട് ഞാൻ അല്ലെങ്കിൽ പറയേണ്ടി വരും, ഇതാകുമ്പോ അമ്മ ഡീൽ ചെയ്തോളൂ. അങ്ങനെ ഞങ്ങള് സിനിമ കാണാൻ പോയിട്ട് എനിക്ക് സിനിമ കാണാൻ പറ്റില്ല, എനിക്ക് ടെൻഷനാണ്. കാരണം അമ്മ അപ്പനോട് പറയുന്ന ദിവസമാണ്, കാരണം പറയുന്ന സെയിം ഡേ തന്നെയാണ് നമ്മൾ പാരന്റ്സിനെ മീറ്റ് ചെയ്യണത്. അപ്പടെ ഭാഗത്ത് നിന്ന് നമ്മൾ എതിർപ്പൊന്നും എക്സ്പെക്ട് ചെയ്യാനില്ല. അപ്പൊ വളരെ ചില്ലായിട്ടുള്ള ഒരു പുള്ളി അങ്ങനെ അയ്യോ ചെക്കൻ ഇതാണോ അതാണോ അവരുടെ ഫാമിലി മറ്റേ സീനാണ് നയനെ കല്യാണം കഴിക്കുന്നതിന് ഒരു വലിയ കാര്യമായിട്ട് എന്റെ പെങ്കൊച്ചോ അവള് കല്യാണം കഴിക്കാൻ തീരുമാനിച്ചോ, ആ സീനാണ് അപ്പ. അതുകൊണ്ട് അപ്പ വളരെ കൂളായിട്ട് തന്നെ ഡീൽ ചെയ്തു. അങ്ങനെ ഒരു വൈകിട്ട് ഈവനിങ് ഒരു 5 മണിക്ക് നമ്മള് ഫോർട്ട് കൊച്ചിയിൽ വെച്ച് മീറ്റ് ചെയ്യാനുള്ള പ്ലാൻ. അപ്പം ഞങ്ങൾ സിനിമ കഴിഞ്ഞ് ഫുഡ് കഴിച്ചിട്ടാണ് നമ്മൾ പോണത്. ഞങ്ങളവിടെ എത്തിയപ്പോഴേക്കും ഓൾറെഡി ഉണ്ണിയുടെ പാരൻസ് വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ അവരായിട്ട് ഇങ്ങനെ സംസാരിച്ചിരിക്കുന്ന സമയത്ത് എൻ്റെ പാരൻസ് വന്നു. അപ്പനോട് അമ്മ ഓൾറെഡി പറഞ്ഞ് അപ്പനെ കൊണ്ടുവന്ന്, എന്നിട്ട് പിന്നെ അവർ സംസാരിച്ച് ഭയങ്കര ചില്ലായിരുന്നു. എനിക്ക് ഭയങ്കര ടെൻഷനായിരുന്നു. കാരണം ഇവർ ആദ്യമായിട്ട് മീറ്റ് ചെയ്യാൻ പറഞ്ഞാണ്, എന്താണ് ഇവർ കോമൺ ആയിട്ട് സംസാരിക്കാൻ അവർക്ക് ഒന്നുമില്ല. അപ്പൊ അവരെന്തൊക്കെയോ സംസാരിച്ചു, ബട്ട് വളരെ അവര് പറഞ്ഞു ഡേറ്റ് ഒക്കെ നമുക്ക് പതുക്കെ നോക്കാം, കാരണം അടുത്ത കൊല്ലത്തെ ലീവൊക്കെ നോക്കിയിട്ട് അങ്ങനെ അത് ഡിസംബർ 2024 നടന്ന സംഭവമാണ്. ഉണ്ണിയുടെ ഒരു കസിൻ ജെറിയുടെ പരിപാടിക്ക് ഞങ്ങളെല്ലാവരും പോയിട്ടുണ്ടായിരുന്നു. പരിപാടി അറ്റൻഡ് ചെയ്യാൻ പോയപ്പോഴത്തേക്കും അന്നേ ഞാൻ ആ ചെക്കനെ നോട്ടോ ഇട്ടതാണെന്നുള്ളൊരു ഡയലോഗ് അപ്പൊ പറഞ്ഞു. വെറുതെ പറഞ്ഞായിരിക്കും, ചുമ്മാ സോപ്പിടാൻ പറഞ്ഞായിരിക്കും. അതെ, മറ്റേ വെള്ളമടിച്ച നോട്ട് ചെയ്തതായിരിക്കും പറഞ്ഞത്. അങ്ങനെ ഒന്നുമില്ല. അപ്പൊ നല്ല രീതിയിലാണ് എന്നെ നോട്ട് ചെയ്ത. കൊള്ളാം, ഈ ചെക്കൻ കൊള്ളാം, ഇവനെ കെട്ടിയാൽ എന്റെ മോളുടെ ജീവിതം ധന്യമായി. ഓക്കെ, അങ്ങനെ ഞങ്ങള് ജാനുവരിയില് ഉണ്ണിയുടെ കുറച്ച് ഫ്രണ്ട്സിന്റെ കല്യാണമൊക്കെ ഉണ്ടായിരുന്നു. കല്യാണത്തിന് നിൽക്കുന്ന ആ ടൈമിലൊക്കെയാണ് നമ്മൾ ഡിസ്കസ് ചെയ്യേണ്ടത് പെണ്ണ് കാണൽ വെക്കും. കാരണം പരിപാടികൾ ബാക്ക് ടു ബാക്ക് ഉണ്ട്. അവരുടെ തന്നെ മധുരവെപ്പ്, കല്യാണം, എൻഗേജ്മെന്റ്, അങ്ങനെ ഒരുപാട് ഫംഗ്ഷൻസ് ഉണ്ട്. അതിൻ്റെ ഇടയ്ക്ക് നമ്മളുടെ പെണ്ണ് കാണൽ മാത്രമായിരുന്നു ആദ്യത്തെ പ്ലാൻ. ഫിക്സേഷൻ, ചെക്കൻ കാണൽ, അങ്ങനത്തെ ഒരു പരിപാടി നമ്മൾ പ്ലാൻ ചെയ്തിട്ടില്ല. അങ്ങനെ ഞങ്ങൾ January 7th, 2025 പെണ്ണ് കാണൽ തീരുമാനിച്ചു. ഓർമ്മയില്ലായിരുന്നല്ലേ ആ ഡേറ്റ്? അങ്ങനെ ഞങ്ങൾ 7th അനിയന്റെ ബർത്ത്ഡേ ആയിരുന്നു. അപ്പൊ ഞങ്ങൾ ആ ഡേറ്റ് ഞങ്ങൾ ഫിക്സ് ചെയ്തു. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് കുറച്ച് പേര്, ഞങ്ങളുടെ കുറച്ച് ക്ലോസ് ആയിട്ടുള്ള ഫാമിലി, അങ്ങനെ. അപ്പൊ ഇത് ഞാൻ അപ്പേനെ അമ്മേനെ മാത്രമേ അറിയിച്ചിട്ടുള്ളൂ. ഇനിയിപ്പൊ അനിയനോട് അനിയത്തിനോടൊക്കെ പറയണം. അപ്പൊ ജസ്റ്റ് ഇമാജിൻ, പെണ്ണ് കാണലിന്റെ ഒരാഴ്ച മുമ്പാണ് ഞാൻ അനിയത്തിനോട് പറയണത്. അപ്പൊ അനിയത്തിയുടെ റിയാക്ഷൻ ഇങ്ങനെയായിരുന്നു. ഞാൻ പറഞ്ഞ ഇങ്ങനെ ഒരു സംഭവം ഉണ്ട്. അപ്പൊ പറഞ്ഞ ഈ നാട്ടിൽ അവസാനം അറിയുന്ന ആളും ഞാനായിരിക്കും എന്നാണ് എന്നോട് ചോദിച്ചത്. അനിയൻ എപ്പോഴും വിശ്വസിച്ചിട്ടില്ല. അനിയനോട് പറഞ്ഞപ്പോ ഞാൻ വിശ്വസിക്കൂല, നിങ്ങൾ പറ്റിക്കണേന്ന്, മറ്റേ കല്യാണം പെണ്ണ് കാണല്ലോ, ഞാൻ വിശ്വസിക്കൂല, ആ ഒരു രീതിയിലായിരുന്നു അനിയൻ്റെ ഒരു റിയാക്ഷൻ. അങ്ങനെ പെണ്ണ് കാണൽ ഡേ ആയി. എത്രയും ദിവസം ഞങ്ങൾക്ക് ഒരു ടെൻഷനും ഇല്ല. പക്ഷെ അന്ന് ഞങ്ങൾക്ക് ഭയങ്കര ടെൻഷനായിരുന്നു. കാരണം ഒരു സ്റ്റേജിൽ നമ്മൾ മാത്രം നിൽക്കുന്ന ഒരു ഫീലായിരുന്നു. കാരണം നമ്മളാണ് മെയിൻ ഇമ്പോർട്ടൻറ്റ് ക്യാരക്ടർ. എത്രയും നാള് വേറെ നമ്മളുടെ ഫാമിലി മെമ്പേഴ്സ് അല്ലാതെ വേറെ കസിൻസോ ആരും ഇൻവോൾവ് ആയിട്ട് ഒരു ഫംഗ്ഷനും ഉണ്ടായിട്ടില്ല. അപ്പോൾ പെണ്ണാണൽ എന്ന് പറയുമ്പോൾ
എൻ്റെ കസിൻസ്, ക്ലോസ് ആയിട്ടുള്ള കുറച്ച് കസിൻസ്, ഇവളുടെ കുറച്ച് ക്ലോസ് ആയിട്ടുള്ള കസിൻസ്, അപ്പോൾ അവരെല്ലാവരും കൂടി വന്ന് ഒരു ഫങ്ഷൻ അറ്റൻഡ് ചെയ്യുക, അതും ഞങ്ങൾക്ക് വേണ്ടി. ഞങ്ങളാണ് അവിടെ ലൈക്ക് സെൻറ്റർ ഓഫ് അട്രാക്ഷൻ. അപ്പോൾ ആ ഒരു ടെൻഷൻ ഞങ്ങൾക്ക് നല്ലോണം ഉണ്ടായിരുന്നു. ബട്ട് വളരെ സ്മൂത്തായിട്ട് കാര്യങ്ങൾ പോയി. കാരണം ആ ഒരു പോയിന്റ് വരെ എനിക്ക് ഈ പറഞ്ഞ എല്ലാം പെർട്ടിക്കുലർ ആയിട്ട് അടിപൊളിയായിട്ട് നടക്കണം എന്നുള്ളൊരു ആഗ്രഹമുള്ള ആള് ഞാൻ. ഇവര് വന്ന മൊമെന്റ് വരെ ഭയങ്കര ടെൻഷനായിരുന്നു. വന്നു കഴിഞ്ഞാൽ കംപ്ലീറ്റ്ലി ചില്ലാണ്. കാരണം എല്ലാം ഗോ വിത്ത് ദ ഫ്ലോ എന്നുള്ള രീതിയിൽ അതങ്ങ് നടന്നു. അങ്ങനെ പ്രത്യേകിച്ച് ഡിസിഷൻസ് ഒന്നും എടുത്തില്ല. നമ്മൾ ജസ്റ്റ് വന്ന് എല്ലാവരും കണ്ടു, സംസാരിച്ചു, ഫുഡ് കഴിച്ചു, പോയി. അങ്ങനെ ഡിസിഷൻസ് എടുക്കാൻ മാത്രം നമുക്ക് 1 ഇയർ ഓൾറെഡി ഉണ്ട്. അപ്പൊ നമുക്ക് ഡേറ്റ് ഒന്നും ഫിക്സ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ ഇവർ വന്ന ടൈമില് വന്ന് ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് എന്തുകൊണ്ട് നമുക്ക് അങ്ങോട്ട് പോയിക്കൂടാ, ഫിക്സേഷൻ ഉറപ്പിക്കലായിട്ട് നടത്തുന്നത് ശരിക്കും നമ്മൾ അങ്ങോട്ട് പോയിട്ടാണ്. അപ്പൊ അത് നടത്തിക്കൂടാ, അതുകൂടെ നടത്തി വെക്കാം എന്നുള്ളൊരു പ്ലാൻ ആ ദിവസമാണ് വന്നത്. അങ്ങനെ ഞങ്ങൾ ജസ്റ്റ് 1 വീക്ക് കഴിഞ്ഞ് ഡേറ്റ് ഓർമ്മയുണ്ടോ? 1 വീക്ക് കഴിയുമ്പോ ഡേറ്റ് പറ. 1 വീക്ക് പറയടി. ഡേറ്റ് പറയട്ടെ. കൃത്യം ഡേറ്റ് പറയണയാണെങ്കിൽ ഞാനൊന്ന് നോക്കിയിട്ട് പറയാം. ശരിക്കും ഓർമ്മയില്ല. എന്നായിരുന്നു? 25 കളിക്കണാണ്. 5-ാം തീയതി എന്തോ. 25 ലീവ് ഉണ്ടായിരുന്നു. ഞാൻ പറയാം 16-ാം തീയതി കഴിഞ്ഞ 14. അതിൽ കൂടുതൽ പോകില്ല 14 അല്ലേ? ഞങ്ങള് January 14th ഞങ്ങളുടെ ഫിക്സേഷൻ. ഇവിടെ നിന്ന് നമ്മൾ അവിടെ പോകുന്ന പരിപാടി ഇൻക്ലൂഡിങ് നമ്മളുടെ ആ കല്യാണം ഒഫീഷ്യലി ഉറപ്പിച്ചു എന്നുള്ളൊരു ഫംഗ്ഷൻ നടത്താൻ പ്ലാൻ ചെയ്തു. ഇതിന്റെ രണ്ടിന്റെയും വീഡിയോസും കാര്യങ്ങളെല്ലാം നിങ്ങൾ ഇതിന്റെ ഒപ്പം തന്നെ അയക്കാം. നമ്മളുടെ ഇൻസ്റ്റാഗ്രാം ലിങ്ക് കൊടുക്കാം. അതിൽ നമ്മൾ ഓൾറെഡി പെണ്ണ് കാണൽ ചിക്കൻ കാണൽ തൊട്ട് നമ്മളുടെ കല്യാണത്തിന്റെ എല്ലാ വീഡിയോസും അപ്ഡേറ്റ്സ് ആയിട്ട് പോയിട്ടുണ്ട്. ബട്ട് ഇത്രയും കൂടി റോ വീഡിയോസ് ഉണ്ട്. നമ്മൾ ഇൻസ്റ്റാഗ്രാമിൽ അപ്ലോഡ് ചെയ്യാൻ അറിയാമല്ലോ. എല്ലാം ലൈക്ക് സ്പെഷ്യൽ മൊമെന്റ്സ് മാത്രം ക്യാപ്ചർ ചെയ്ത് എഡിറ്റ് ചെയ്ത് ഉള്ള വീഡിയോസ് ആണ്. ബട്ട് അല്ലാത്ത കുറച്ച് നല്ല റോ മൊമെന്റ്സ് ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ആ കാര്യങ്ങളൊക്കെ എല്ലാം കൂടി ഞങ്ങൾ ഈ ഒരു വീഡിയോയിൽ തന്നെയായിട്ട് ആഡ് ചെയ്ത്